Hello dears, welcome back to our channel. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ചാട്ട് റെസിപ്പിയാണ് കേട്ടോ. കുറേ ടൈപ്പ് ചാട്ട് റെസിപ്പീസ് ഉണ്ട്. അതിൽ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് മസാലപ്പൂരിയുടെ റെസിപ്പിയാണ്. മുംബൈയിലും ബാംഗ്ലൂരിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ് ചാട്ട്സ്. അതുപോലെ തന്നെ മൂവി തിയേറ്റേഴ്സിലും മോൾസിലൊക്കെ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്സൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത് എത്രമാത്രം ഹൈജീനിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹൈജീനിക്കായിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചാട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 3 സ്റ്റെപ്സായിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ചട്നി റെഡിയാക്കാനുണ്ട്. അതിലൊന്ന് സ്വീറ്റ് ചട്നിയും ഒന്ന് ഗ്രീൻ ചട്നിയും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഇതിലേക്ക് ഒരു ഗ്രീൻ പീസ് മസാല നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെങ്ങനെ സെർവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ്, എന്നാലും ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണണം. സ്വീറ്റ് ചട്നി റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ നമുക്കിത് കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചെറിയൊരു കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് അത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു പീസ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ലെമൻ്റെ സൈസിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ശർക്കര ഒരു പാത്രത്തിലേക്ക് പൊടിച്ചിടുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ പുളിയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതും സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഡേറ്റ്സും അതുപോലെ തന്നെ പുളിയുടെ വെള്ളവും അതുപോലെ തന്നെ ശർക്കര നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ അതും, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ബൗളിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെയും അതുപോലെ നമ്മുടെ പുളി പിഴിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയുടെയും ഇത് 3ഉം കൂടെ നമുക്ക് മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത കുറച്ച് ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ സാധാരണ ജീരകല്ലേ അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. ഇനി കുറച്ച് ഉപ്പിടണം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിട്ട ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി തിക്കായി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത പൊടികൾ ഇതുപോലെ കട്ട പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി ഇതുപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിനി ഇരുന്ന് കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഗ്രീൻ ചട്നിയാണ്. അതിനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്വീറ്റ് ചട്നി നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു 2 മാസം വരെയൊക്കെ അത് കേടുകൂടാതെ ഇരുന്നോളൂ. ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ബൗളിൽ 2ഉം കൂടിയിട്ടാണ് കേട്ടോ, അതായത് മല്ലിയിലയും പുതിനയിലയും 2ഉം കൂടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു പീസ് ഈ വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ 2 സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ വരെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഷുഗർ,
ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അരച്ചതിന് ശേഷം മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്വീറ്റ് ചട്നിയും അതുപോലെ തന്നെ ഗ്രീൻ ചട്നിയും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഗ്രീൻ പീസിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഗ്രീൻ പീസിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പൊട്ടേറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ഒരു ചെറിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ തന്നെ ഗ്രീൻ പീസും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കയ്യിൽ ഇത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള നന്നായിട്ട് മാഷ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു പകുതി ടൊമാറ്റോ, പിന്നെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, ഒരു 2 ഗ്രാമ്പൂ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും. ഇതിൽ നിന്ന് നമുക്ക് സവാളയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇത് മൂന്നും മാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാനിലൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില, ടൊമാറ്റോ, ഇഞ്ചി, പിന്നെ പട്ട, കുരുമുളകും ഗ്രാമ്പൂ ഇത്രയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് വഴറ്റുക. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 സ്പൂൺ ചാട്ട് മസാല, പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിളയ്ക്കുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും ഗ്രീൻ പീസും ഇല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിലും അതുപോലെ തന്നെ മസാല നമ്മൾ ഇട്ടത് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നത് കുറച്ചും കൂടി കുറുകും. അപ്പോൾ അങ്ങനെ തിക്കായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എപ്പോഴും ഇതുപോലെ സ്റ്റവിൻ്റെ മേളിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പാനിപ്പൂരിയുടെ പൂരി അല്ലെങ്കിൽ ഗോൽഗപ്പ എന്ന് പറയില്ലേ അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് സവാളയും ടൊമാറ്റോയും അതുപോലെ തന്നെ മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് സേവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചാട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സേവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ചാട്ട് മസാലയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. അതായത് ചാട്ട് മസാലയും ഗരം മസാലയും സോൾട്ടും കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സെർവിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ പാനിപ്പൂരിയുടെ ഗോൽഗപ്പ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിമെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണിത്.
ഇത് നമുക്ക് മൈക്രോവേവ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാലപ്പൂരി സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ ഗോൾഗപ്പ ഓരോന്നായിട്ട് നമ്മുടെ കൈ വെച്ച് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൻ്റെ മസാല ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് അധികം ഒഴിക്കണം, കാരണം ഇത് ഈ ഗോൾഗപ്പ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഗ്രീൻ പീസ് മസാല ഇതിൻ്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് ചട്നി ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, അതായത് സ്വീറ്റ് ചട്നി കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചട്നി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്വീറ്റ്നെസ് ആണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ചട്നി കൂടുതൽ ഒഴിച്ചിട്ട് ഗ്രീൻ ചട്നി കുറയ്ക്കാം. അതല്ല സ്വീറ്റ്നെസ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട്, ഇത് സ്പൈസിയാണ് കേട്ടോ ഗ്രീൻ ചട്നി, അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും അതുപോലെ തന്നെ കൊറിയൻഡർ ലീവ്സും കൂടെ ഇതുപോലെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് സേവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗരം മസാല, ചാറ്റ് മസാല, പിന്നെ സോൾട്ട്, ഇതിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേളിലായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ സവാളയും ടൊമാറ്റോയും അതുപോലെ തന്നെ കൊറിയൻഡറും കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചാട്ട്സൊക്കെ നമ്മൾ വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഡിഷുകളൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈജീനിക്കായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മസാലപ്പൂരി ചാറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.